+1 അക്കൗണ്ടൻസിയുടെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ അവർ പഠിച്ച സിലബസ് പ്രകാരം ലാസ്റ്റ് ചാൻസാണ് ഈ വർഷത്തെ എക്സാം. കാരണം അടുത്ത വർഷം മുതൽ നമ്മുടെ ടെക്സ്റ്റുകൾക്ക് മാറ്റം വരുന്നത് എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പ്രോബ്ലംസും തിയറികളും പഠിച്ച് നമുക്ക് ഈ വർഷം തന്നെ, അതായത് ഈ മാർച്ച് 9 നടക്കാൻ പോകുന്ന എക്സാമിന് തന്നെ നമുക്ക് വിജയം ഉറപ്പിക്കേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ പ്രോബ്ലംസ് എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് കണ്ട് അതിൽ 5 പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലംസും കൂടി ചെയ്ത് പഠിക്കുക. ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡബിൾ പാസ് മേടിക്കാനുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആറാമതായിട്ട് പഠിക്കേണ്ട നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ഇവ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ് നിങ്ങൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ്. ഈ നെറ്റ് പർച്ചേസസ് എന്ന് പറയുന്നത് പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ. നെറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ അവിടെ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മൈനസ് ചെയ്യണം പർച്ചേസിൽ നിന്ന്, എന്നിട്ട് വേണം അവിടെ നെറ്റ് പർച്ചേസസിൻ്റെ എമൗണ്ട് കൊടുക്കാൻ. പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. രണ്ടാമത്തെ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. മൂന്നാമത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആണ് കേട്ടോ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അതാണ് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഇട്ടിട്ട് ഒരു ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. ഇത് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 12,000 തന്നിട്ടുണ്ട്, നെറ്റ് പർച്ചേസസ് തന്നിട്ടുണ്ട്, നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ നമുക്കതിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം. നമുക്ക് ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇക്വേഷൻ ആരും എഴുതാതിരിക്കരുത്. ഞാൻ ഇവിടെ ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇതിലേക്ക് ഓരോ ഐറ്റംസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര തന്നിരിക്കുന്നത്? 12,000 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 12,000 പ്ലസ് നെറ്റ് പർച്ചേസസ് നമുക്കിവിടെ നേരിട്ട് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്തിട്ട് വേണം കേട്ടോ നെറ്റ് പർച്ചേസസ് എഴുതാൻ. ഇവിടെ ക്വസ്റ്റ്യനിൽ നെറ്റ് പർച്ചേസസ് നേരിട്ട് തന്നിട്ടുണ്ട്. 1,30,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് അതും ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എടുക്കുന്ന ഐറ്റംസിലെ വേജസ്, ക്യാരേജ് ഇൻവേർഡ് ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഏതാണ്? 28,000 ആണ്. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 35,000. അപ്പോൾ എല്ലാം നേരിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ നേരിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വന്നത് 1,35,000 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയി. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ സെയിൽസ് ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കാം. നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട് 2,45,000. അപ്പോൾ 2,45,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയില്ല, 1,35,000. അപ്പോൾ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടുന്നത്? 1,10,000. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലേ? അതല്ലായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അതെല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 1,10,000 മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസസും മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 27,000 പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസോ 33,000 തന്നിരിക്കുന്നത്. അത് രണ്ടും പ്ലസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതിയാവും. 1,10,000 മൈനസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 60,000 കിട്ടും. ഈക്വൽ ടു 50,000 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്.
വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാം നമുക്ക് നേരിട്ട് നൽകിയിരുന്നു. ഈക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായും ബുക്കിലേക്ക് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫൈൻഡ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നെറ്റ് പർച്ചേസസ് വന്നിട്ടുണ്ട്, നെറ്റ് സെയിൽസ് വന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിൽ സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പക്ഷേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതല്ലായിരുന്നു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 80,000 പ്ലസ് നെറ്റ് പർച്ചേസസ് തന്നിട്ടുണ്ട് 4 lakh പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. എല്ലാം നമുക്കിവിടെ നേരിട്ട് തരുന്നുണ്ട്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നേരിട്ട് തന്നെയാണ് നമുക്ക് ഐറ്റംസ് തരാറ്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. ആൻസർ 4 lakh ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടി 4 lakh. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സെയിൽസ് എന്ന് പറയുന്നത് 1,50,000 അല്ല, 15 lakh ആണ് കേട്ടോ സെയിൽസ്. അപ്പോൾ 15 lakh മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര കിട്ടിയാണ്? 4 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടാൻ? 11 lakh നമുക്ക് ആൻസറായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ അല്ലാതെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ടും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, പർച്ചേസസ് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം, രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യാം, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആ രീതിയിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ഹൗ ഈസ് ഇറ്റ് കാൽക്കുലേറ്റഡ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണെന്നും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, EBIT എന്നും കൂടി പറയും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഏൺഡ് ത്രൂ നോർമൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിൻ്റെ നോർമൽ ആക്ടിവിറ്റീസിൽ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യും? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസും. ഇത്രയുമാണ് അതിൻ്റെ ആൻസറായിട്ട് നൽകേണ്ടത്. ഇനി അതിൻ്റെ കൂടെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായി. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഇത് വെച്ചിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ അറിയാലോ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്കിവിടെ ഓരോന്നും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പ്ലസ് പർച്ചേസസ് തന്നിട്ടുണ്ട്, റിട്ടേൺ ഇല്ല, അപ്പോൾ അതുകൊണ്ട് പർച്ചേസസ് എഴുതിയാൽ മതി. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇവിടെ ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് വരുന്നത്? വേജസ് വരും, ക്യാരേജ് വരും, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഏതാണ്? 40,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇത് നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക, ആൻസർ കമൻറ്റിലൂടെ അറിയിക്കുക. നെക്സ്റ്റ് നോക്കേണ്ടത് നമുക്ക് 7ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. ഇതൊരു പർച്ചേസ് ഡേ ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പർച്ചേസ് ഡേ ബുക്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ക്യാഷ് ട്രാൻസാക്ഷൻസ് വന്നാൽ നിങ്ങളത് എൻട്രി ചെയ്യേണ്ട. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കാം. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ ട്രാൻസാക്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറും കൂടി ചെയ്തു പോകാം. അപ്പോൾ ആദ്യത്തെ നോക്കിയേ. പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം അൻസ ലിമിറ്റഡ് 1st January 2022. ഇൻവോയ്സ് നമ്പറും തന്നിട്ടുണ്ട്, ഡേറ്റും തന്നിട്ടുണ്ട്. അൻസയിൽ നിന്നാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട് ക്രെഡിറ്റിനാണ് സാധനം പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അതിലേക്ക് എൻ്റർ ചെയ്യണം. അവരിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ്? 5 വാഷിംഗ് മെഷീൻ 6,290 ഈച്ചും, 8 LED TV 12,250 ഈച്ചും വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യും, കാരണം ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എൻ്റർ ചെയ്യാം. 1st January 2022. അതിൻ്റെ ആളുടെ പേരെന്താണ്? അൻസ ലിമിറ്റഡ്. അപ്പോൾ അൻസ ലിമിറ്റഡ് എന്ന് പേര് കൊടുത്തു. അതിനുശേഷം അൻസയിൽ നിന്ന് നമുക്കതിൻ്റെ ഇൻവോയ്സ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് നമ്പറിൻ്റെ അവിടെ ഇൻവോയ്സ് നമ്പറും കൊടുത്തു. അവരിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. 5 വാഷിംഗ് മെഷീൻ at 6,290 ഈച്ച്. എന്നിട്ട് 5 into 6,290 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 31,450 കിട്ടും. രണ്ടാമത്തത് 8 LED TV ആണ്. 8 LED TV at 12,250 ഈച്ചാണ് വരുന്നത്.
അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ 8 × 12,250 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 98,000 കിട്ടും. അതിനുശേഷം ഡിസ്കൗണ്ട് ഒന്നുമില്ല ആ ട്രാൻസാക്ഷനിൽ. അപ്പോൾ ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ടാണ് നമ്മൾ ഔട്ടർ കോളം കൊടുക്കേണ്ടത്. 1,29,450. ശേഷം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കി, അതും ക്രെഡിറ്റ് പർച്ചേസ് ആണ് നൽകിയിരിക്കുന്നത്. SK ട്രേഡേഴ്സിൽ നിന്നാണ് ക്രെഡിറ്റ് പർച്ചേസ് വന്നിരിക്കുന്നത്. ഡേറ്റും തന്നിട്ടുണ്ട്, ഇൻവോയ്സ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്? 15/7/2022. പേരെന്താണ്? SK ട്രേഡേഴ്സ്. SK ട്രേഡേഴ്സിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇൻവോയ്സ് നമ്പർ ഉണ്ടല്ലോ, 821 ഇൻവോയ്സ് നമ്പർ. അതിനുശേഷം നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് ഒരു ഐറ്റം മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. SK ട്രേഡേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 8 സാംസങ് മൊബൈൽ ഫോൺ 42,690 ഈച്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഇതിൽ വേറെ ഐറ്റം ഒന്നുമില്ല, മൊബൈൽ ഫോൺ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. വേറെ ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എമൗണ്ട് ഇവിടെ കൊടുക്കണം. പക്ഷേ ഇവിടെ ഒരൊറ്റ ഐറ്റം ഉള്ളൂ. അപ്പോൾ നമ്മൾ 8 × 42,690 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1,28,070 കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് നമ്മൾ അതുപോലെ തന്നെ എഴുതി, കാരണം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണ് ആദ്യത്തെ രണ്ടും തന്നിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ് ഗുഡ്സ് ഫ്രം സോണി ട്രേഡേഴ്സ് ഓൺ 28 August 2022 ഫോർ ക്യാഷ്. ഇവിടെ ക്യാഷിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, കാരണം നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മളവിടെ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആകപ്പാടെ ഈ മൂന്ന് ട്രാൻസാക്ഷൻസിൽ ഈ രണ്ട് ട്രാൻസാക്ഷൻസ് മാത്രമേ, ഈ ഫസ്റ്റ് വണ്ണും ഈ സെക്കൻഡ് വണ്ണും മാത്രമേ നമുക്ക് ഈ ആൻസറിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൂ. ബാക്കി മൂന്നാമത്തത് നമ്മൾ എഴുതാൻ പാടില്ല, കാരണം അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നമുക്ക് ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ടോട്ടൽ 57,520. ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പർച്ചേസ് ഡേ ബുക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഒരു പർച്ചേസ് ജേണൽ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇൻവോയ്സ് നമ്പർ ഒന്നും തന്നിട്ടില്ല, ഐറ്റംസ് മാത്രമേ തന്നിട്ടുള്ളൂ. പർച്ചേസ് ഫ്രം ആൽഫ ഇലക്ട്രിക്കൽസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഐറ്റം, രാം ട്രേഡേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്, PK കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ 3 ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണ്, ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ തന്നാൽ നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നാം തീയതി എഴുതണം. ഒന്നാം തീയതി നമ്മൾ ആരിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്? 2023 Jan 1 നമ്മൾ ഒന്നാം തീയതി പർച്ചേസ് ചെയ്തേക്കുന്നത് ആൽഫ ഇലക്ട്രിക്കൽസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആൽഫ ഇലക്ട്രിക്കൽസ് എന്ന് എഴുതി. അതിനുശേഷം അവരിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്നത് 100 LED ബൾബ് അറ്റ് ₹80. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 കൂടി വരും, കാരണം വേറൊരു ഐറ്റം കൂടി അവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 40 സീലിംഗ് ഫാൻ അറ്റ് 1,200. അപ്പോൾ അതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48,000 വരും. പിന്നെ നമുക്ക് വേറെ ഒന്നും പറയണില്ല, 2 ഐറ്റംസേ അവിടെ പർച്ചേസ് ചെയ്യണുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളം കൊടുക്കാം. 56,000. അതിനുശേഷം പിന്നെ വരുന്നത് പർച്ചേസർ ഫ്രം രാം ട്രേഡേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഐറ്റത്തിൻ്റെ കാര്യമാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാം. ഡേറ്റ് കൊടുക്കുക 2-ാം തീയതി. രാം ട്രേഡേഴ്സിൽ നിന്ന് എന്തൊക്കെ പർച്ചേസ് ചെയ്താണ്? 50 ടേബിൾ ഫാൻ. ഒരു ഐറ്റം ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് കൊടുത്തോളൂട്ടോ, എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് നേരിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ഐറ്റം അല്ല, നമുക്ക് 2 ഐറ്റങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നർ കോളത്തിലേക്ക് എമൗണ്ട് എഴുതുന്നത്. 50 × 1,400 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 70,000 കിട്ടി. പിന്നെ വരുന്നത് 20 ഇലക്ട്രിക് കെറ്റിലാണ് അറ്റ് ₹600 ആണ് വരുന്നത്. അപ്പോൾ 20 × 600 = 12,000. ഇവിടെ വേറൊരു ഐറ്റം കൂടി തന്നിട്ടുണ്ട്. എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10%, 10% ഡിസ്കൗണ്ടും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യണത് ശ്രദ്ധിക്കണം, എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണമെന്ന് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 82,000 കിട്ടുന്നു. അതിൻ്റെയാണ് നമ്മൾ ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് എഴുതേണ്ടത്. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ചെയ്ത എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് വന്നത്? 10%. അപ്പോൾ 10/100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 8,200 കിട്ടി. അതും കൂടി മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ടർ കോളം കൊടുക്കാൻ. അപ്പോൾ നമ്മൾ 82,000 മൈനസ് 8,200, അപ്പോൾ നമുക്ക് 73,800 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് വരുമ്പോൾ ചെയ്യേണ്ടത്. എപ്പോഴും തെറ്റിക്കുന്നതാണ്. നിങ്ങൾ ഈ 2 എമൗണ്ട് ടോട്ടൽ ചെയ്യുക, അതിൻ്റെ 10%, 10% ആണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. അത് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ടർ കോളം കൊടുക്കാൻ. അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 5-ാം തീയതിയാണ് എഴുതാനുള്ളത്. 5-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് PK കമ്പനിയിൽ നിന്നാണ്. എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത്? 10 ഇലക്ട്രിക് സ്റ്റൗവ് അറ്റ്
800 നമുക്ക് 8000 കിട്ടും. പിന്നെ അവിടെ പറയുന്നത് വേറെ ഐറ്റം അല്ല പറയുന്നത് 5% ഡിസ്കൗണ്ട് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ലെസ് ഡിസ്കൗണ്ട് കാണണം. ലെസ് ഡിസ്കൗണ്ട് 5%, അതായത് ഈ 8000ൻ്റെ 5%, 5/100 നമുക്ക് 400 കിട്ടി. അത് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ എവിടേക്ക് നൽകാൻ, ഔട്ടർ കോളത്തിലേക്ക് നൽകാൻ. ക്ലിയർ ആയോ? അപ്പോൾ അതിനുശേഷം ഈ മൂന്നും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ടോട്ടൽ പർച്ചേസസ് ലഭിക്കുന്നതായിരിക്കും. 56,000 പ്ലസ് 73,800 പ്ലസ് 7,600. അപ്പോൾ 1,37,400 ആണ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? പർച്ചേസ് ഡേ ബുക്ക് 2 പ്രോബ്ലമാണ് ഞാൻ അവിടെ തന്നിരുന്നത്. നിങ്ങൾ രണ്ടും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെയിൽസ് ഡേ ബുക്കാണ്. ഇത് സെയിൽസ് ഡേ ബുക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കഴിഞ്ഞ 2 പർച്ചേസ് ഡേ ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ല എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ആ പർച്ചേസ് ഡേ ബുക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് സെയിൽസ് ഡേ ബുക്കും ചെയ്യേണ്ടത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, ക്യാഷ് സെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല. ബാക്കി എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിലും ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ട്, ഡേറ്റ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ക്രെഡിറ്റ് സെയിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 50 രജിസ്റ്റേഴ്സ് അറ്റ് 50 ഈച്ച്, 100 നോട്ട്ബുക്ക് 30 ഈച്ച്, ട്രേഡ് ഡിസ്കൗണ്ട് 10% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്, ഡേറ്റ് കൊടുത്തു, രാഹുൽ ട്രേഡേഴ്സ് കൊടുത്തു, 50 രജിസ്റ്റേർഡ് 50 ഈച്ച് എന്ന് പറയുമ്പോൾ 2500, 100 നോട്ട്ബുക്ക് 30 ഈച്ച് എന്ന് പറയുമ്പോൾ 3000. ഇത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 5500 കിട്ടും. ഈ ടോട്ടൽ ഇവിടെ എഴുതാൻ കാരണം ആ ക്വസ്റ്റിൻ്റെ അതിൽ ട്രേഡ് ഡിസ്കൗണ്ട് പറയുന്നുണ്ട്, അത് നമ്മൾ മൈനസ് ചെയ്യണം ഡിസ്കൗണ്ട്. അപ്പോൾ 5500ൻ്റെ 10% എന്ന് പറയുമ്പോൾ 550, അത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4950 ലഭിക്കും. ഇനി രണ്ടാമത്തെ നോക്കി, സോൾഡ് ടു ഗ്ലോബൽ സ്റ്റേഷനറി. ഗ്ലോബൽ സ്റ്റേഷനറിക്കാണ് നമ്മളവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോബൽ സ്റ്റേഷനറി കൊടുത്തു. ക്വസ്റ്റ്യനിൽ ഇൻവോയ്സ് നമ്പർ ഉണ്ട്, അപ്പോൾ ഇൻവോയ്സ് നമ്പർ എഴുതി. അതിനുശേഷം 50 കളർ ബുക്ക് 30 ഈച്ച്, അപ്പോൾ അതങ്ങനെ തന്നെ എഴുതി. രണ്ടാമത്തെ 200 ഫയൽസ് 10 ഈച്ച്, അതും നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുന്ന എമൗണ്ടാണ് നമ്മൾ ഔട്ടർ കോളം കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ഔട്ടർ കോളത്തെ 2 എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടും. അതായത് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ, പക്ഷേ ഇതിൽ എഴുതുമ്പോൾ സെയിൽസ് ഡേ ബുക്ക് ഒന്ന് ഹെഡിങ് കൊടുത്താൽ മതി. പിന്നെ ക്രെഡിറ്റ് സെയിൽസ് എൻ്റർ ചെയ്യാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ സെയിൽസ് ഡേ ബുക്ക്. ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കുമാണ്. അപ്പോൾ അത് കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഇതായിരുന്നു കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്ന പർച്ചേസ് റിട്ടേണിൻ്റെയും സെയിൽസ് റിട്ടേണിൻ്റെയും ക്വസ്റ്റ്യൻ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതൊരു കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഏത് റിട്ടേൺ ആണ് ഇതിൽ നിന്ന് തിരിച്ചറിയാനുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് റിട്ടേൺ ടു രാം സ്റ്റോഴ്സ്. കമ്പനി രാം സ്റ്റോഴ്സിന് ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഏത് റിട്ടേൺ ആയിരിക്കും വരുന്നത്? കമ്പനി അല്ലെങ്കിൽ ബിസിനസ് രാമിൽ നിന്ന് ഗുഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് തിരികെ നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്നത് പർച്ചേസ് റിട്ടേൺ ആണ് വരുന്നത്. അതല്ല ഫ്രം ഒരു പേരാ വരുന്നതെങ്കിലോ അവിടെ സെയിൽസ് റിട്ടേൺ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യത്തത് ഗുഡ്സ് റിട്ടേൺ ടു രാം സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് രാമിന് തിരിച്ചു നൽകി, അപ്പോൾ അവിടെ വരുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്. എഴുതണത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. ആൻസർ ലാസ്റ്റ് പറയാം. രണ്ടാമത് ഡിസംബർ 12 തന്നിരിക്കുന്നത് ഏത് റിട്ടേൺ ആണ്? ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം രൂപ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് സെയിൽ ചെയ്ത സാധനം രൂപ ട്രേഡേഴ്സ് നമുക്ക് തിരിച്ചു തന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ സെയിൽസ് റിട്ടേൺ ആണ് രൂപ ട്രേഡേഴ്സിന് വരുന്നത്. പിന്നെ 15-ാം തീയതി ഗുഡ്സ് റിട്ടേൺ ടു അബു ഏജൻസി. അബു ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പർച്ചേസ് റിട്ടേൺ ആണ് വരുന്നത്. ഡിസംബർ 15 പർച്ചേസ് റിട്ടേൺ ആണ്. ഡിസംബർ 20 നമുക്കറിയാം ഏതായിരിക്കും. ഡിസംബർ 20 ഫ്രം മേഗാ സ്റ്റോഴ്സ് അല്ലേ, അതായത് സെയിൽ ചെയ്ത സാധനം മേഗാ സ്റ്റോഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്തു. ഫ്രം മേഗാ സ്റ്റോഴ്സിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സെയിൽസ് റിട്ടേണിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിന് 4-ാം തീയതിയിലത്തെ രാം സ്റ്റോഴ്സിൻ്റെയും 15-ാം തീയതിയിലത്തെ അബു ഏജൻസിയുടെയുമാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്ക് വരച്ചിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ ബാക്കി വരുന്നതെല്ലാം നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്കിലാണ്. രൂപ ട്രേഡേഴ്സിൻ്റെയും മേഗാ സ്റ്റോഴ്സിൻ്റെയും നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്കിലേക്കാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പർച്ചേസ് റിട്ടേണിൻ്റെയും സെയിൽസ് റിട്ടേണിൻ്റെയും ബുക്ക് വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ബുക്കും സെയിൽസ് ഡേ ബുക്കും എങ്ങനെയാണോ ചെയ്തത് അതേ മോഡൽ തന്നെയാണ് പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും. നെക്സ്റ്റ് 8-ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് GST ആണ്. GSTയുടെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഒരു കുറച്ച് തിയറി അറിഞ്ഞിരിക്കണം. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു എളുപ്പമായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ഇവിടെ നൽകാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് GST, വൺ കൺട്രി വൺ ടാക്സ്. ഇത് GST എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ വർഷവും ഒരു 2 മാർക്കിന് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്, കഴിഞ്ഞ വർഷം വന്നത് 4 മാർക്കിനായിരുന്നു ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് GSTയുടെ കുറച്ച് തിയറി അറിഞ്ഞിരിക്കണം.
എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു എളുപ്പമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ GST നിലവിൽ വന്നത് ഒരു തവണ വൺ വേർഡിന് ചോദിച്ചിരുന്നു, 1 ജൂലൈ 2017. അപ്പോൾ ഞാനിത് എഴുതിയിരിക്കുന്നത് 7 എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് 7-17 അങ്ങനെ ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 ജൂലൈ 2017 GST പ്രാബല്യത്തിൽ, അതായത് നിലവിൽ വന്നത്. അത് GST എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ചാർജ് ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സിനെ പറയുന്ന പേരാണ് GST. അപ്പം നമുക്ക് GSTയുടെ ടൈപ്സുകൾ ഒരു 4 ടൈപ്സാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിലൊരു 3 ടൈപ്സ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറ്. ആദ്യത്തെ GST എന്ന് പറയുന്നത് CGST ആണ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ സെൻട്രൽ എന്നാണല്ലോ അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അതാരായിരിക്കും കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഫോർ സെയിൽസ് വിതിൻ ദി സെയിം സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനുള്ളിൽ നടക്കുന്ന സെയിലുമേ സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സിനെ പറയുന്ന പേരാണ് CGST. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ അകത്ത് നടക്കുന്ന സെയിലുമേ സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സ്. ഇനി SGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ അതാരായിരിക്കും കളക്ട് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഫോർ സെയിൽസ് വിതിൻ ദി സെയിം സ്റ്റേറ്റ്. അത് തന്നെ, ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് നടക്കുന്ന സെയിലുമേ ഗവൺമെൻറ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സാണ് SGST. ഇത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈടാക്കുന്നത്, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഈടാക്കുന്നത്. എങ്ങനെയാണെങ്കിൽ IGST, എല്ലാവരും I എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ എന്ന് പറയും, ഒരിക്കലും നിങ്ങൾ അങ്ങനെ എഴുതരുത്. IGST എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതാരായിരിക്കും കളക്ട് ചെയ്യുന്നത്? അത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. പക്ഷെ അത് എപ്പോഴാണ്? ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് അത് കളക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കേരളവും ഒരു തമിഴ്നാടും അങ്ങനെ 2 സ്റ്റേറ്റുകൾ തമ്മിൽ സെയിൽ നടക്കുമ്പോൾ ഈടാക്കുന്ന ടാക്സാണ് IGST. ക്ലിയർ ആയോ? ഇനി നമുക്ക് അതൊന്ന് ഷോർട്ടായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ UGST നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു പോയി. യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അത് യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് ആണ് ഈടാക്കുന്നത് വിതിൻ യൂണിയൻ ടെറിട്ടറി. ഇത് അധികം നമുക്ക് ചോദിക്കാറില്ല, ഞാൻ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഈ ഫസ്റ്റത്തെ 3 നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇനി ആ 3 ഞാനൊന്ന് ഒരു ഷോർട്ടായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന അവിടെ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് CGSTയും SGSTയും കൂടിയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അതല്ല 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, ഇപ്പോൾ കേരളം തമിഴ്നാടിന് ഗുഡ്സ് സെയിൽ ചെയ്യണമെങ്കിലോ തമിഴ്നാട് കേരളത്തിന് ഗുഡ്സ് സെയിൽ ചെയ്യണമെങ്കിലോ അങ്ങനെ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ടാക്സാണ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ക്ലിയർ ആയോ? അപ്പോൾ GSTക്ക് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, 1 നേഷൻ 1 ടാക്സ് എന്നുള്ളതാണ് GST. അപ്പോൾ GST എന്ന് പറയുന്നത് പല ഇൻഡയറക്റ്റ് ടാക്സസുകളെയും ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് GST ആണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ ഇറ്റ് റിമൂവ്സ് ഡബിൾ ടാക്സേഷൻ, ദാറ്റ് ഈസ് എലിമിനേറ്റിംഗ് കാസ്കാഡിംഗ് എഫക്റ്റ്. കാസ്കാഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തുമ്പോൾ നമ്മൾ 2 ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് അവരൊരൊറ്റ ടാക്സ് GST എന്നുള്ളൊരു രീതിയിൽ ഡബിൾ ടാക്സേഷൻ അവിടെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. ബിസിനസ് ക്യാൻ ക്ലെയിം ക്രെഡിറ്റ് ഫോർ ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസ്. ബിസിനസ്സിന് ഇതിന് ഈ ടാക്സ് പേ ചെയ്തത് വെച്ചിട്ട് ബിസിനസ്സിന് എന്തിനാണ് ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓൺലൈൻ ഫയലിംഗ് മേക്സ് ടാക്സ് സിസ്റ്റം ക്ലിയർ ആൻഡ് ഈസി. ഓൺലൈനിലായിരിക്കും നമ്മൾ GST ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ടും ഈസി ആയിട്ടും പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 അഡ്വാൻറ്റേജസ് പഠിച്ചു വയ്ക്കാം. അപ്പോൾ അഡ്വാൻറ്റേജസിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ലിമിറ്റേഷൻസും ഉണ്ട് ഇതിന്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫയലിംഗ് റിട്ടേൺസ് റെഗുലർലി ക്യാൻ ബി ഡിഫിക്കൽട്ട്. സ്മോൾ ബിസിനസ്സുകൾക്കൊക്കെ ഇത് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ടായിരിക്കും. എപ്പോഴും ഇത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഫയൽ ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിഫിക്കൽറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയറുകൾ അവിടെ വേണ്ടി വരും. ഓൺലൈൻ സിസ്റ്റം ഫേസ് സെർവർ പ്രോബ്ലംസ്. സെർവറിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ചെയ്യുക, അതായത് നമ്മുടെ ടാക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സം ഗുഡ്സ് ബിക്കം കോസ്റ്റ്ലിയർ ആഫ്റ്റർ GST വന്നതിന് ശേഷം ചില സാധനങ്ങളുടെ വില കൂടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അഡ്വാൻറ്റേജസും പഠിക്കണം, ഡിസഡ്വാൻറ്റേജസും പഠിക്കണം. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇനിയിപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. GSTനെ സംബന്ധിച്ചിടത്തോളം തിയറികൾ ഇത്രയും പഠിക്കാനുള്ളൂ. ഇത് നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. ഇനി പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ്. നിർബന്ധമായും അത് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ട്രാൻസാക്ഷൻ വിത്തിൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ അകത്തുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അത് പർച്ചേസ് ആവാം, സെയിൽ ആവാം. അതിൽ നമ്മൾ ഏതൊക്കെ ടാക്സുകളാണ് ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടത്? CGST സെൻട്രൽ ഗവൺമെൻറ്റിനും നമ്മൾ അടയ്ക്കണം, SGST സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും GST അടയ്ക്കണം. അപ്പോൾ നമ്മൾ പർച്ചേസ് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിനകത്ത് നമ്മൾ പർച്ചേസാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ എൻ്റർ ചെയ്യേണ്ടത്
ഡെബിറ്റ് ഇൻപുട്ട് CGST ആൻഡ് ഇൻപുട്ട് SGST. ഡെബിറ്റ് ആണ് ഇൻപുട്ട് CGSTനെയും ഇൻപുട്ട് SGSTനെയും ചെയ്യേണ്ടത്. അതേസമയം സെയിൽ ഓഫ് ഗുഡ്സ് കേരളത്തിനകത്ത് സെയിലാണ് നടക്കുന്നതെങ്കിൽ, ഒരു സ്റ്റേറ്റിനകത്ത് സെയിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ഔട്ട്പുട്ട് CGST ആൻഡ് ഔട്ട്പുട്ട് SGST. അവിടെ ക്രെഡിറ്റ് ചെയ്യണം ഔട്ട്പുട്ട് CGSTനെയും ഔട്ട്പുട്ട് SGSTനെയും. അപ്പോൾ അവിടെ പർച്ചേസും സെയിലും നടന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഡിഫറൻസസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്ലിയർ ആയോ? പർച്ചേസും സെയിലും നടന്നിട്ടുള്ളൊരു ഫേം ആണെങ്കിൽ, ഒരു ബിസിനസ് ആണെങ്കിൽ, ആ ബിസിനസ്സിൻ്റെ അവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേരളവും തമിഴ്നാട്, അല്ലെങ്കിൽ കേരളം കർണാടക, അങ്ങനെ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ നൽകേണ്ടത് IGST ആണ്. അപ്പോൾ പർച്ചേസ് എടുക്കുമ്പോൾ ഡെബിറ്റ് ഇൻപുട്ട് IGST, സെയിൽ എടുക്കുമ്പോൾ ക്രെഡിറ്റ് ഔട്ട്പുട്ട് IGST. ഇത്രയും പഠിച്ചാൽ മതി. കാരണം ഇത് ബേസ് ചെയ്തിട്ട് ഇതുവരെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഗിവ് ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST 5%, SGST 5%, ഓൾസോ ഷോ GST സെറ്റ് ഓഫ് എൻട്രി. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് CGST 5%, SGST 5% കണക്കാക്കി താഴെ കാണുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നൽകിയിരിക്കുന്നത് പർച്ചേസ്ഡ് ഫർണിച്ചറാണ്. ഇതിപ്പോൾ CGSTയും SGSTയും തന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതൊരു സ്റ്റേറ്റിൻ്റെ അകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനാണ്. ഇപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ ഫോർമാറ്റ് വരയ്ക്കണില്ല, പക്ഷേ നിങ്ങൾ എക്സാമിന് ഫോർമാറ്റ് വരയ്ക്കണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫോർമാറ്റ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബാക്കി പ്ലസ് ഇട്ടിട്ട് വരുന്ന എല്ലാ മാർക്കുകൾക്കും നിങ്ങൾ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് വരച്ച് നരേഷനും കൊടുക്കേണ്ടതാണ്. അപ്പോൾ എയുടെ ആൻസർ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്താണ് അവിടെ വരുന്നത്? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്നാണ് നമ്മുടെ ജേണൽ എൻട്രി വരുന്നത്. ക്യാഷ് എന്നാണ് നമ്മുടെ ജേണൽ വരുന്നത്. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് CGST 5%, SGST 5% നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചു പ്രോബ്ലത്തിന് വേണ്ടി എന്ത് പഠിച്ചു? പർച്ചേസാണ് നടക്കുന്നതെങ്കിൽ ഡെബിറ്റ് ഇൻപുട്ട് CGST ആൻഡ് ഡെബിറ്റ് ഇൻപുട്ട് SGST. അതായത് പർച്ചേസാണ് വരുന്നതെങ്കിൽ ഇൻപുട്ട് CGSTനെയും ഇൻപുട്ട് SGSTനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇവിടെ പർച്ചേസാണല്ലോ നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അതിനെ ഇൻപുട്ട് CGST ഡെപ്റ്റ്, ഇൻപുട്ട് SGST ഡെപ്റ്റ് ടു ക്യാഷ്. മനസ്സിലായോ? ഇൻപുട്ട് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. പർച്ചേസ് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും നൽകണം. ഇനി നിങ്ങളിവിടെ എമൗണ്ട് കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഫർണിച്ചറിൻ്റെ എമൗണ്ട് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 30,000 ആണ്. ഇൻപുട്ട് CGSTയും SGSTയും 5% അല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ 30,000ൻ്റെ 5% കാണാം. അപ്പോൾ നമുക്ക് 1,500 കിട്ടി. 1,500 ഈ 3ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ഔട്ടർ കോളം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എമൗണ്ട് 33,000. അപ്പോൾ ഇത് 3ഉം കൂടി കൂട്ടിയ എമൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? അത് കഴിഞ്ഞ് നിങ്ങൾ നരേഷനും എഴുതണം, പർച്ചേസ് ഫർണിച്ചർ എന്ന് എഴുതണം കേട്ടോ. ഇനി B രണ്ടാമത്തേൻ്റെ നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 40,000. 40,000ന് സെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. സെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ക്വസ്റ്റ്യനിൽ പഠിച്ചിരുന്നു, ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ആണ് അവിടെ നൽകേണ്ടത്. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്, പിന്നെ നമ്മൾ ടു ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST. കാരണം സെയിൽ എടുക്കുമ്പോൾ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും നൽകേണ്ടത്. ഇനി അതിന് ശേഷം നമ്മൾ സെയിലിൻ്റെ അവിടെ ഈ എമൗണ്ട് കൊടുക്കുക. സെയിലിൻ്റെ അവിടെ ഈ എമൗണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ 40,000. ഈ 40,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 2,000. പിന്നെയും 5% കാണണം, 2,000. അതിന് ശേഷം ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്ററിൻ്റെ അവിടെ നൽകേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇൻപുട്ട് CGST 2 ട്രാൻസാക്ഷൻ്റെയും നമ്മളിവിടെ ജേണൽ എൻട്രി എഴുതി. ഇനി നമുക്ക് സെറ്റ് ഓഫ് എൻട്രി, അതായത് നമ്മൾ പറഞ്ഞു ഇവർ തമ്മിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്രെഡിറ്റ് ചെയ്ത ഔട്ട്പുട്ട് CGSTനെയും ഔട്ട്പുട്ട് SGSTനെയും ഡെബിറ്റ് ചെയ്യണം. അതാണ് 3ാമത്തെ ജേണൽ എൻട്രി. ഔട്ട്പുട്ട് CGST ഡെപ്റ്റ്, ഔട്ട്പുട്ട് SGST ഡെപ്റ്റ് ടു ഈ ഡെബിറ്റ് ചെയ്തതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻപുട്ട് CGST ടു ഇൻപുട്ട് SGST ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. സ്ഥലമില്ലാത്തന്നെ കൊള്ളിക്കണതാണ് കേട്ടോ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, അതായത് ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGST എഴുതുമ്പോൾ 2,000 മുകളിൽ 1,500
ഇപ്പോൾ നോക്കി ഇവിടെ 4000 ഉണ്ട്, ഇവിടെ 3000 അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഇവിടെ 1000 നൽകുന്നത്. ഇവിടെ 2000 2000 ആഡ് ചെയ്യുമ്പോൾ 4000 ഉണ്ട്, പക്ഷേ ക്രെഡിറ്റിൽ 3000 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു 1000 കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST 5%, SGST 5% ഞാൻ ഓൾ ട്രാൻസാക്ഷൻസ് ഒക്കേഡ് വിതിൻ ഡൽഹിയിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻസ് ആണ് 3 തന്നിരിക്കുന്നത്. നമ്മളോട് CGST 5%ഉം SGST 5%ഉം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കി, രാഹുൽ ബോട്ട്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ഫോർമാറ്റ് വരച്ച് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ രാഹുൽ ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, 1 lakhന്റെ ഗുഡ്സ് ക്രെഡിറ്റിനാണ് രാഹുൽ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു രാഹുലാണ്. അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്രെഡിറ്റർ എന്നുള്ളൊരു ജേണൽ എൻട്രിയാണ് ഇവിടെ വരുന്നത്. പർച്ചേസ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഇൻപുട്ട് അല്ല വരുന്നത്, CGSTയും SGSTയും ഇൻപുട്ട് അല്ല വരുന്നത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ഇൻപുട്ട് CGST ഡെപ്റ്റർ ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ക്രെഡിറ്റർ. ഇത് ക്രെഡിറ്റർ എന്ന് എഴുതാം, കാരണം പർച്ചേസ് ക്രെഡിറ്റിലാണെങ്കിൽ അവിടെ വരുന്നത് ക്രെഡിറ്ററാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്രെഡിറ്റർ എന്ന് എഴുതി, അല്ലെങ്കിൽ രാഹുലിന് എഴുതാം. എന്നിട്ട് എമൗണ്ട് എഴുതുമ്പോൾ പർച്ചേസ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 1 lakh നമ്മൾ ഇവിടെ നൽകണം. ടു ക്രെഡിറ്ററിൻ്റെ അവിടെ നൽകരുത്. പർച്ചേസ് ചെയ്ത എമൗണ്ട് 1 lakh. ആ 1 lakhന്റെ 5% കാണാം. 1000, ഇവിടെയും 5000, ഇത് 3 കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രെഡിറ്റിൽ നൽകണം. 1,10,000. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെ നോക്കിയേ. ഹി സോൾഡ് ദം ഫോർ 1,35,000 ഇൻ ദി സെയിം സ്റ്റേറ്റ് ഓൺ ക്രെഡിറ്റ്. അയാൾ അത് വിറ്റേക്കാണ്. ക്രെഡിറ്റിന് തന്നെ ആ സാധനം 1,35,500 രൂപയ്ക്ക് അത് ക്രെഡിറ്റിന് വിറ്റു എന്നാണ് പറയുന്നത്. ഇവിടെ സെയിലാണ് വന്നതെങ്കിൽ നമുക്കറിയാം ഔട്ട്പുട്ടാണ് ഇവിടെ വരുന്നത്. ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ആണ്. ഇപ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് സെയില് ക്രെഡിറ്റിനാണെങ്കിൽ അവിടെ വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ടു ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST. അതിനുശേഷം നമ്മൾ സെയിൽ നടന്നത് എത്ര രൂപയ്ക്കാണ്? 1,35,000 ആണ്. 1,35,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 6,750. 6,750. ഇനി 3 എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഡെപ്റ്ററിലേക്ക് കൊടുക്കാൻ. 1,48,500. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, വേറൊരു ട്രാൻസാക്ഷൻ കൂടി തന്നിട്ടുണ്ട്. പെയ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ചാർജസ് അവിടെ ഒരു എക്സ്പെൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും ആണ് നൽകേണ്ടത്. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ ഇൻപുട്ട് CGST ഡെപ്റ്റർ ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ക്യാഷ്. അതിനുശേഷം നമ്മൾ ട്രാൻസ്പോർട്ട് ചാർജിൻ്റെ അവിടെയാണ് നമ്മൾ ഈ എമൗണ്ട് നൽകേണ്ടത്. 8,000. പിന്നെ 8,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 400. അതിനുശേഷം അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡ് കൊടുക്കുക, 1,800. ഇനി ഈ 3 ട്രാൻസാക്ഷൻ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് എഴുതേണ്ട ജേണൽ എൻട്രി വരണ്ടേ? അത് എഴുതാൻ ഇവിടെ സ്ഥലമില്ലാത്തതാണ് ഞാൻ ഇവിടെയാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ D ഇട്ടിട്ട് അടുത്ത ജേണൽ എൻട്രി എങ്ങനെ വരുന്നത്? ഔട്ട്പുട്ട് CGSTനെയും ഔട്ട്പുട്ട് SGSTനെയും ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് CGST ഡെപ്റ്റർ ഔട്ട്പുട്ട് SGST ഡെപ്റ്റർ ടു ആദ്യത്തെ ഇൻപുട്ട് CGST ടു ഇൻപുട്ട് SGST. ഇനി അത് 2 പ്രാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് 2 പ്രാവശ്യം 4 പ്രാവശ്യം ഇവിടെ എഴുതി വെക്കരുത് കേട്ടോ. ആകെപ്പാടെ ഒരൊറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ഈ ഇൻപുട്ട് CGSTയും ഈ ഇൻപുട്ട് CGSTയും. ഇനി ഔട്ട്പുട്ട് CGSTയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 6,750. ഈ ഇൻപുട്ട് CGSTയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇൻപുട്ട് CGST 5,000 ഉണ്ട്, ഇവിടെ ഇൻപുട്ട് CGST 400 ഉണ്ട്. അപ്പോൾ അത് 5,400 ഇവിടെയും വരും. അടുത്തതിൽ നോക്കിയാൽ ഇൻപുട്ട് SGST 5,000, ഇൻപുട്ട് SGST 400. അപ്പോൾ അവിടെയും 5,400 വരും. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് രണ്ടും കൂടി എമൗണ്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ നോക്കി, ഇവിടെ ബാലൻസ്, ഇവിടെ ടോട്ടൽ എത്രയായിരിക്കും വരുന്നത്? 13,500 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 10,800 വരുന്നത്. രണ്ടും കൂടി തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? ആ ഡിഫറൻസ് ആണ് നമ്മൾ എവിടേക്ക് കൊടുക്കേണ്ടത്? ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. എത്ര രൂപയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? 2,700.
ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെ 4 എൻട്രീസ് ആണ് ഇതിൽ പാസ് ചെയ്യേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST 5%, SGST 5% ആൻഡ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഒക്കേഡ് വിതിൻ ഡൽഹി. ഇതും ഡൽഹിയിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. SGSTയും CGSTയും 5% ആണ്. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, ശോഭിത് ബോട്ട് ഗുഡ്സ് 1 lakh ഓൺ ക്രെഡിറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയല്ലേ ഈ ക്വസ്റ്റ്യൻ വന്നേക്കണം. നോക്കി, രാഹുൽ ബോട്ട് ഗുഡ്സ് 1 lakh ഓൺ ക്രെഡിറ്റ്. അവിടെ നമ്മൾ എന്താണ് ചെയ്തത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ എന്ന് എഴുതി. പർച്ചേസ് വന്നതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും നൽകി. അത് തന്നെയല്ല ഇവിടെയും വരുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് മോഡലുകൾ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ശോഭിത് ബോട്ട് ഗുഡ്സ് 1 lakh ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ജേണൽ എൻട്രി എന്താ? സെയിം ഈ മോഡൽ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് CGST ഡെപ്റ്റർ, ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ക്രെഡിറ്റർ. പർച്ചേസ് ക്രെഡിറ്റിനാണെങ്കിൽ ക്രെഡിറ്റർ വരും. എന്നിട്ട് എമൗണ്ട് നൽകുമ്പോൾ എങ്ങനെ എമൗണ്ട് നൽകണം? പർച്ചേസിൻ്റെ അവിടെ നമ്മൾ 1 lakh നൽകണം. 1 lakhൻ്റെ 5% 5,000 1 lakh 10,000. പർച്ചേസ് 1 lakh കൊടുക്കുക. ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും 5,000 വെച്ച് അപ്പോൾ ക്രെഡിറ്ററിലേക്ക് 1 lakh 10,000 കിട്ടി. ഇനി രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡലാണത്. ഹി സോൾഡ് ദം 1 lakh 35,000. ഇവിടെ 1 lakh 50,000 എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം മോഡൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ സെയിലാണ് ക്രെഡിറ്റിലെങ്കിൽ അവിടെ വരുന്നത് ഡെപ്റ്റർ ആണ്. അപ്പോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ടു ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST. ഇവിടെ സെയിലിൻ്റെ എവിടെയാണ് നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടത്? 1 lakh 50,000. ഇവിടെ 7,500 ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 lakh 65,000 കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഹി പെയ്ഡ് ഫോർ റെയിൽവേ ട്രാൻസ്പോർട്ട്. നമ്മൾ നേരത്തെ ചെയ്തതിൽ പെയ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ചാർജസ് എന്നല്ലേ, അത് തന്നെയാണ് ഇവിടെയും വന്നത്. ട്രാൻസ്പോർട്ട് ചാർജ് തന്നെയല്ലേ റെയിൽവേ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ജേണലിൻ്റെ എങ്ങനെ എഴുതും? ഇതേ ടൈപ്പ് തന്നെ. ട്രാൻസ്പോർട്ട് ചാർജ് ഡെപ്റ്റർ, ട്രാൻസ്പോർട്ട് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് CGST ഡെപ്റ്റർ, ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ക്യാഷ്. ഇനി ട്രാൻസ്പോർട്ട് ചാർജ് എത്രയാണ് വന്നേക്കുന്നത്? 9,000. 9,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 450. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 9,900. നെക്സ്റ്റ് രണ്ടെണ്ണം നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ വന്നേക്കുന്നതാണ്. ബാക്കി മൂന്നും നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. നാലാമത്തെ ഹി ബോട്ട് കമ്പ്യൂട്ടർ പ്രിൻ്റർ ഫോർ 10,000. കമ്പ്യൂട്ടർ പ്രിൻ്റർ മേടിച്ചു എന്നാണ് പറയുന്നത്. ഇത് പർച്ചേസ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? കമ്പ്യൂട്ടർ പ്രിൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, കമ്പ്യൂട്ടർ പ്രിൻ്റർ അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് അല്ല വന്നത്, പർച്ചേസ് അല്ല നടക്കണേ. ഇൻപുട്ട് CGST ഡെപ്റ്റർ, ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ബാങ്ക്. അപ്പോൾ ഇവിടെ എമൗണ്ട് എങ്ങനെ എഴുതും? കമ്പ്യൂട്ടർ പ്രിൻറ്റിൻ്റെ അവിടെ 10,000 നൽകണം. ഇൻപുട്ട് CGSTയുടെ അവിടെയും ഇൻപുട്ട് SGSTയുടെ അവിടെ 500 ആണ്. ടോട്ടല് നമ്മൾ 2 ബാങ്കിന് നൽകി. ഇനി നെക്സ്റ്റ് നോക്കിയാൽ പെയ്ഡ് പോസ്റ്റൽ ചാർജസ്. പെയ്ഡ് പോസ്റ്റൽ ചാർജസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ജനറൽ എൻട്രി വരുന്നത്? പെയ്ഡ് ആണല്ലോ, എക്സ്പെൻസ് അല്ല അവിടെ തന്നെ. അപ്പോൾ നമ്മൾ പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് CGST ഡെപ്റ്റർ, ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ബാങ്ക്. ചാർജിൻ്റെ അവിടെ 3,000 കൊടുക്കണം. 3,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 150. അത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 ബാങ്കിൽ നൽകണം. ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നേക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ജേണൽ എൻട്രി എഴുതി. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് എഴുതേണ്ട ജേണൽ എൻട്രി എന്താണ്? റൈറ്റ് ഓഫ് ചെയ്യണ ജേണൽ എൻട്രിയാണ് ലാസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് വന്നേക്കുന്നത് ഇവിടെ മാത്രമേ ഔട്ട്പുട്ട് വന്നിട്ടുള്ളൂ. രണ്ടാമത്തേൽ മാത്രമേ ഔട്ട്പുട്ട് വന്നിട്ടുള്ളൂ. ബാക്കി 1, 2, 3, 4 സ്ഥലത്ത് നമുക്ക് ഇൻപുട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതണമെന്നുള്ളത് ശ്രദ്ധിക്കാം. ഈ ആദ്യത്തെ ഔട്ട്പുട്ട് CGSTനെയും ഔട്ട്പുട്ട് SGSTനെയും അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഔട്ട്പുട്ട് CGST ഡെപ്റ്റർ, ഔട്ട്പുട്ട് SGST ഡെപ്റ്റർ ടു ഇൻപുട്ട് CGST ടു ഇൻപുട്ട് SGST ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അതിനുശേഷം ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ഒരെണ്ണേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അത് ആ എമൗണ്ട് തന്നെ എടുത്ത് എഴുതാം. 7,500. ഇനി ഇൻപുട്ട് CGST കാണാൻ നമ്മൾ ആദ്യം മുതലുള്ളത് നോക്കണം. ഇവിടെ ഇൻപുട്ട് CGST എത്രയാണ് തന്നിരിക്കുന്നത്? 5,000 ആണ്. പ്ലസ് രണ്ടാമത്തേലെ ഇൻപുട്ട് CGST എന്ന് പറയുന്നത് എത്ര? 450 പ്ലസ് മൂന്നാമത്തേലെ 500 പ്ലസ് ലാസ്റ്റത്തെ ഇൻപുട്ട് CGST 150. നമുക്ക് മൊത്തം 6,100 കിട്ടും. 6,100 അത് തന്നെയല്ലേ ആയിരിക്കും മറ്റാളുടെ? അത് തന്നെയല്ലേ ഇൻപുട്ട് SGST? കാരണം രണ്ടും സെയിം എമൗണ്ട് തന്നെയല്ലേ. അപ്പോൾ അതും 6,100.
അതിനുശേഷം ഈ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 7,500 പ്ലസ് 7,500 എന്ന് പറയുമ്പോൾ ഇവിടെ 15,000 ഉണ്ട്. ഇവിടെ നോക്കിയാൽ 6,100 പ്ലസ് 6,100 എന്ന് പറയുമ്പോൾ 12,200 ഉള്ളൂ. അത് ആ 15,000 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2,800 ആണ് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 2,800 ആണ് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ അപ്പോൾ ലാസ്റ്റ് ജേണൽ എൻട്രി എഴുതിയത് നോക്കി. അപ്പോൾ ലാസ്റ്റ് ജേണൽ എൻട്രി ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, അതായത് ഒരൊറ്റ ഔട്ട്പുട്ടേ വരുന്നുള്ളൂ. 7,500 7,500 അതാണ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തത്. ഇനി 2 ഇൻപുട്ട് CGST 2 ഇൻപുട്ട് SGST എന്ന് പറയുമ്പോൾ ഇവിടെ CGSTയിൽ ഇൻപുട്ടിൽ വരുന്ന 5,000 പ്ലസ് ഈ 450 പ്ലസ് 500 പ്ലസ് 150 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 6,100 കിട്ടി. രണ്ടിൻ്റെയും സെയിം എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ രണ്ടും 6,100 ആണ്. അതിനുശേഷം ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 15,000 വരും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 12,200 ആണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 2,800 കിട്ടും. അതാണ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണതിൻ്റെ 2 മെത്തേഡുകളില്ലേ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതിൻ്റെ വേറൊരു പേരാണ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, പിന്നെ DB മെത്തേഡ്. DB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഈ 2 മെത്തേഡിൽ പ്രോബ്ലംസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ഒരെണ്ണം വരാറുണ്ട്. ഈ ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെറിയ മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം നമുക്ക് അക്കൗണ്ടുകൾ വരച്ചിട്ടുള്ളത് ചെയ്യാം. ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. അഹമ്മദ് ട്രേഡേഴ്സ് പർച്ചേസ് എ മെഷീനറി 80,000 ഓൺ 1st October 2022. The expected economic life of the machine is 5 years and estimated scrap value is 10,000. ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 5 years. സ്ക്രാപ്പ് വാല്യൂ 10,000. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ ടു ബി ചാർജ് ഓൺ ദി മെഷീനറി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എന്താണ്? ആനുവൽ ഡിപ്രീസിയേഷൻ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ കാണാനുള്ളൂ. അപ്പോൾ നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ആനുവൽ ഡിപ്രീസിയേഷൻ ഈക്വൽ ടു കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ്. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ ലൈഫ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ വന്ന എല്ലാ ചിലവുകളും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് ആയിട്ട് തന്നേക്കുന്നത് മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ 80,000 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 80,000 കൊടുത്തു. മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 10,000 സ്ക്രാപ്പ് വാല്യൂ ബൈ ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 5. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 80,000 മൈനസ് 10,000 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് 14,000 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആനുവൽ ഡിപ്രീസിയേഷൻ മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ നമ്മളത് മാത്രം കണ്ടാൽ മതി. ഇത് 2 മാർക്കിന് 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിൻ്റെ തന്നെ വേറൊരു മോഡലും കൂടി ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. മനു പർച്ചേസ് എ മെഷീനറി അറ്റ് എ കോസ്റ്റ് ഓഫ് 4,80,000 ഓൺ 1st April 2015 ആൻഡ് സ്പെൻഡ് 20,000 ആസ് ഇറ്റ്സ് ഇൻസ്റ്റാളേഷൻ ചാർജസ്. ദ എസ്റ്റിമേറ്റഡ് ലൈഫ് വന്നിട്ടുണ്ട് 8 years. സാൽവേജ് വാല്യൂ അതായത് സ്ക്രാപ്പ് വാല്യൂ എന്നുള്ള മീനിങ് തന്നെയാണ് 10,000. അപ്പോൾ നമുക്കിവിടെ വേറൊരു അഡീഷണൽ ആയിട്ടൊരു എമൗണ്ട് കൂടി വന്നിട്ടുണ്ട്. ഇവിടെ 20,000 ഇൻസ്റ്റാളേഷൻ ചെയ്യാനും ഈ കോസ്റ്റ് എന്നുള്ളതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ തന്നെയാണ് ഇതിലും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ ഇക്വേഷൻ നിങ്ങളപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഏതാണോ കണ്ടുപിടിക്കണം അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും എഴുതണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ ലൈഫാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കോസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്ത് കൂടാതെ അതിന് ചിലവായ ഒരു എമൗണ്ട് കൂടി ഉണ്ട്. 20,000 ഇൻസ്റ്റാളേഷൻ ചാർജ് വന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യണതാണ് ഇവിടെ എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ ഒന്നും തന്നിട്ടുണ്ടായില്ല. മെഷീനറി പർച്ചേസ് ചെയ്ത എമൗണ്ട് മാത്രമേ തന്നിട്ടുണ്ടായുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് കോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് ഇൻസ്റ്റാളേഷൻ ചാർജും കൂടി വന്നിട്ടുണ്ട്. മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഈ സാൽവേജ് വാല്യൂ തന്നെയാണ്. സാൽവേജ് വാല്യൂ എത്രയാണ്? 10,000 ബൈ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ലൈഫ്? 8. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ 4,80,000 പ്ലസ് 20,000. നമുക്ക് 5 lakh കിട്ടും. 5 lakhൽ നിന്ന് 10,000 മൈനസ് ചെയ്യുക. 10,000 മൈനസ് ചെയ്യുമ്പോൾ 4,90,000 ഡിവിഷൻ 8. അപ്പോൾ നമുക്ക് ആൻസർ 61,250 കിട്ടും. ഇതാണ് നമ്മുടെ എന്ത്? ആനുവൽ ഡിപ്രീസിയേഷൻ. ക്ലിയർ ആയോ? ഈ 2 രീതിയിലാണ് ഈ ഭാഗത്തു നിന്ന് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേറൊരു മോഡലും കൂടി ഇതിൻ്റെ ചെയ്യാം.
Mega company purchased a machinery for 2,50,000 on 1st January 2013. Depreciation is to be charged under straight line method വെച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 10 years ആണ് ലൈഫ് വന്നേക്കുന്നത്. ഇറ്റ്സ് സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 10 years ഈസ് 50,000 ആണ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ തന്നേക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം ആൻഡ് കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, അതായത് പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ, നേരത്തെ ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചില്ല, ആ രീതിയിൽ നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷനും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കണം, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ആനുവൽ ഡിപ്രീസിയേഷൻ കാണാം. അപ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ ലൈഫ് അല്ലേ. അപ്പോൾ ഇവിടെ കോസ്റ്റ് എത്രയാണ് വരുന്നത്? വേറെ ഇൻസ്റ്റാളേഷൻ ചാർജ് ഒന്നുമില്ല, 2,50,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2,50,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 50,000 ആണ് സ്ക്രാപ്പ് വാല്യൂ. 50,000 ബൈ ലൈഫ് എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? എസ്റ്റിമേറ്റഡ് ലൈഫ് 10. പിന്നെ ആൻസർ എത്രയാണ് വരുന്നത്? 2,50,000 മൈനസ് 50,000 ഡിവിഷൻ 10. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് 20,000 ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ നമ്മൾ കണ്ടുപിടിച്ചു, ആനുവൽ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആനുവൽ ഡിപ്രീസിയേഷൻ ബൈ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻറ്റു പെർസെൻറ്റേജ് ആണ് നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആനുവൽ ഡിപ്രീസിയേഷൻ ബൈ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്കിവിടെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാമല്ലോ. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈക്വൽ ടു ആനുവൽ ഡിപ്രീസിയേഷൻ, നിങ്ങൾ ഷോർട്ടാക്കി എഴുതരുതിട്ടാണ്, നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണേ. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻറ്റു 100, അതല്ല നമ്മുടെ ഇക്വേഷൻ. ആനുവൽ ഡിപ്രീസിയേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 20,000. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിപ്രീസിയേഷൻ. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് നമ്മുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ. 2,50,000 നിന്ന് സ്ക്രാപ്പ്, അതായത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നതാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. ഈ ഭാഗം, അതായത് 2,50,000 നിന്ന് 50,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 2 lakh ആണ് അവിടെ വരുന്നത്. ഇൻറ്റു ഈ 100 ഈക്വൽ ടു, അതിൻ്റെ ആൻസർ എത്ര വരുന്നത്? 20,000 ഡിവിഷൻ 2 lakh ഇൻറ്റു 100. നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് 10%. പെർസെൻറ്റേജ് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10% ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ആണ് നമ്മുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ. ആനുവൽ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടിയത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കിട്ടി. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ കമൻറ്റിലൂടെ. നെക്സ്റ്റ് നമുക്ക് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണക്കാക്കി അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരുന്നു ഡിപ്രീസിയേഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നല്ലോണം വായിച്ച് മനസ്സിലാക്കി 2 മെത്തേഡിലുള്ളതിൽ ഏത് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് വ്യക്തമാക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്ററിലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന് നമ്മൾ വേറൊരു മെത്തേഡും കൂടി എന്ന് പറയുമല്ലോ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഈ 2 പേരിൽ തന്നാലും ഒന്ന് തന്നെയാണ് കേട്ടോ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ക്വസ്റ്റ്യൻ നോക്കി. On 1st April 2020, RK Traders purchased a machinery for 80,000 and spent 10,000 its carriage and 10,000 its installation, and it is estimated life 10. After its 10 years, scrap value 10,000. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മെഷീനറി അക്കൗണ്ട് ഫസ്റ്റ് 3 yearsന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് മെത്തേഡ് പ്രകാരം? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മാർച്ച് 31 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് പെർസെൻറ്റേജ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഡിപ്രീസിയേഷൻ കണ്ടെത്തണം. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ ലൈഫാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ ഇക്വേഷൻ. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് 3 എമൗണ്ട് വരും. 80,000 പ്ലസ് 10,000 പ്ലസ് 10,000. അപ്പോൾ എത്ര രൂപ വരും? 1 lakh വരും. അതാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ എമൗണ്ടുകൾ ആഡ് ചെയ്തിട്ടാണ്? 80,000 പ്ലസ് 10,000 പ്ലസ് 10,000. അപ്പോൾ ടോട്ടൽ 1 lakh വരും. അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10,000 മൈനസ് ചെയ്യണം. ബൈ ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 10 years. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ എത്ര കിട്ടും? 9,000 കിട്ടും. ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 9,000 ആണ്. ഈ 9,000 വെച്ചിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? 3 വർഷത്തെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്ത് മെഷീനറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെഷീനറി അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് മെഷീനറി പർച്ചേസ് ചെയ്തതിൻ്റെ ജേണലാണ് ആദ്യം എഴുതേണ്ടത്. മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്നല്ല വരുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ് കൊടുക്കുക. നമ്മുടെ ഡേറ്റ് എന്ന് പറയുന്നത് 2020 April 1 ആണ്.
അപ്പോൾ നമ്മൾ ടു ക്യാഷ്, കാരണം നമ്മുടെ ജേണൽ എൻട്രി മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ്. അപ്പോൾ നമ്മൾ ടു ക്യാഷ് കൊടുത്തു. നമുക്ക് ആകെ വന്നേക്കുന്ന തുക എത്ര രൂപയാണ്? 1 lakh ആണ് ഇവിടെ നൽകേണ്ടത്. ഇതൊക്കെ തെറ്റിക്കാറുള്ളതാണ്. ഏതൊക്കെ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തത്? 80,000 പ്ലസ് 10,000 പ്ലസ് 10,000 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 lakh കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മെഷീനറിയുമായി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു മെഷീനറി ആണ്. അപ്പോൾ നമ്മൾ ബൈ ഡിപ്രീസിയേഷൻ എഴുതണം. നമ്മൾ സാധാരണ ഇവിടെ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. പക്ഷേ നമുക്ക് ഇവിടെ അങ്ങനെയല്ല തന്നേക്കുന്നത്. നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കിയേക്കുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരം, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഈ 9,000 തന്നെ ആയിരിക്കും എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ. നമ്മളോട് 3 വർഷം നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ 3 വർഷവും നമ്മുടെ ഡിപ്രീസിയേഷൻ ഏതായിരിക്കും? ഈ 9,000 തന്നെയായിരിക്കും. കാരണം ഈ പ്രോബ്ലം സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ് ചെയ്യേണ്ടത്. ഇതിനുശേഷം നമുക്ക് മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ അത് മെഷീനറി അക്കൗണ്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാം. ഈ സൈഡാണ് കൂടുതൽ വരുന്നത്. 1 lakh 2 സൈഡ് എഴുതാം. കുറവുള്ളടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ക്യാരി ഡൗൺ എഴുതണം. ബാലൻസ് ക്യാരി ഡൗൺ എത്ര രൂപ വരുന്നത്? 91,000 ബാലൻസ് ക്യാരി ഡൗൺ ലഭിച്ചു. ക്ലിയർ ആയോ? ഇനി നമ്മൾ വീണ്ടും ഇത് ഒരു 2 വർഷം കൂടി റിപ്പീറ്റ് ചെയ്യണം. കാരണം നമുക്ക് 3 വർഷത്തെയാണല്ലോ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാരി ഡൗണിനെ തൊട്ടടുത്ത ഡേറ്റിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ 31 മാർച്ച് ആണെങ്കിൽ അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് 1 April 2021 ടു ബാലൻസ് ബ്രോ ഡൗൺ. ആ ക്യാരി ഡൗണിനെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്താൽ മതി. 91,000. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ഇയർ വരില്ലേ? 2022 March 31. അപ്പോൾ നമ്മുടെ ബൈ ഡിപ്രീസിയേഷൻ, വീണ്ടും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ഡിപ്രീസിയേഷൻ എത്ര രൂപയാണ്? നമ്മുടെ ഈ 9,000 തന്നെയാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. ഈ 9,000 തന്നെയാണ് നമ്മുടെ എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ. ഇനി ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യണം. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ എത്ര രൂപ വരുന്നത്? ഇവിടെ 91,000, ഇവിടെ 91,000. കുറവുള്ളടത്ത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 82,000 ആണ് കിട്ടുന്നത്. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇനി ഒരു വർഷം, ഇപ്പോൾ 2 വർഷത്തെ നമ്മൾ ചെയ്തു. ഇനി ഒരു തൊട്ടടുത്ത ഇയറിലേക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനറി അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് ഒരു ഇയറും കൂടി ചെയ്യാനുണ്ട്. ഈ ക്യാരി ഡൗണിനെ ബ്രോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. 1/4/2022 ടു ബാലൻസ് ബ്രോ ഡൗൺ എത്ര രൂപയാണ്? 82,000. തൊട്ടടുത്ത ഇയറിലെ ക്ലോസിംഗ് ഡേറ്റ് March 31 ബൈ ഡിപ്രീസിയേഷൻ ഈ 9,000 തന്നെ. ഇവിടെ 2 സൈഡ് ടോട്ടൽ നോക്കുമ്പോൾ 82,000 അല്ലേ വലുത്? 82,000 ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എത്ര തന്നെ? 73,000. നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത് ഫസ്റ്റ് 3 years ബൈ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഓൺ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ 1, 2, 3 വർഷത്തെ നമ്മൾ ചെയ്തു. നമ്മൾ ലാസ്റ്റ് ഈ ക്യാരി ഡൗൺ എടുത്ത് ബ്രോ ഡൗൺ ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ഡേറ്റ് എത്ര തന്നെ? 2023 ടു ബാലൻസ് ബ്രോ ഡൗൺ എത്ര രൂപ? 73,000. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മെഷീനറി അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഡിപ്രീസിയേഷൻ തന്നെയാണ് എല്ലാ വർഷവും എഴുതുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക, ബ്രോ ഡൗൺ ചെയ്യുക. ഇത്രയും നമുക്ക് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യാനുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത മെത്തേഡ് ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൻ്റെ വേറൊരു പേരാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് കേട്ടോ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ജനുവരി ഒടുങ്ങി ക്ലോസിംഗ് ഡേറ്റ് December ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പർച്ചേസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം. അപ്പോൾ 1 January 2020 ദിയ ആൻഡ് കമ്പനി പർച്ചേസ് മെഷീനറി വർത്ത് 50,000. അവിടെ മെഷീനറി പർച്ചേസ് ചെയ്തത് 50,000 വെച്ചിട്ടാണ് മെഷീനറി പർച്ചേസ് ചെയ്തത്. ഇവിടെ നമുക്ക് വേറെ ഇൻസ്റ്റാളേഷൻ ഇറക്ഷൻ ചാർജസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ 2 ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 50,000 ആണ്. 2 ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, 10% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 50,000ൻ്റെ 10% ഡിപ്രീസിയേഷൻ കാണണം. പിന്നെ 31 March 2022 ദേ പർച്ചേസ് അഡീഷണൽ മെഷീനറി. അതായത് 2020 സ്റ്റാർട്ട് ചെയ്തു. 2022 ആയപ്പോൾ ഒരു മെഷീനറി അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഷോ ദ മെഷീനറി അക്കൗണ്ട് ഫോർ 4 years ഫോർ ദി ഡേറ്റ് ഓഫ് 1 January 2020 അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇത് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം 4 വർഷത്തെയാണ് നമുക്ക് ഇവിടെ ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. മെഷീനറി അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒക്കെ വരച്ചിട്ട് നമ്മൾ സെയിം നേരത്തെ മോഡൽ തന്നെയാണ് മെഷീനറി അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഞാൻ ആദ്യം നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തത് എഴുതണം, ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് 2020 January 1 ടു ക്യാഷ്. ഇവിടെ നമുക്ക് മെഷീനറി പർച്ചേസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. നമ്മളത് എഴുതി കൊടുത്തു. ഇനി നമ്മളോട് പറയുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ 10% ഡിപ്രീസിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ക്ലോസിംഗ് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ആ വർഷത്തെ നമ്മുടെ ബുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എത്രയാണ്? 31 December ആണ്. അപ്പോൾ 2020 December 31 ബൈ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഈ 50,000ൻ്റെ 10%. 50,000 10% എന്ന് പറയുമ്പോൾ 5,000. ആ വർഷം പിന്നെ ഒരു അഡീഷണൽ പർച്ചേസ് നടന്നിട്ടില്ല. 2022 അഡീഷണൽ പർച്ചേസ് നടന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 2 സൈഡ് ടോട്ടൽ ചെയ്യാം, മൈനസ് ചെയ്യാം. വേറെ ഒന്നും ആ വർഷം ചെയ്യാനില്ല.
അപ്പോൾ നമ്മൾ ഡേറ്റ് ഇത് തന്നെ ബാലൻസ് ക്യാരി ഡൗൺ എമൗണ്ട് എത്ര തന്നെ 45,000 50,000 50,000. അപ്പോൾ ആദ്യത്തെ വർഷത്തെ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ തൊട്ടടുത്ത ഡേറ്റിലേക്ക് എന്ത് ചെയ്യണം, ബ്രോ ഡൗൺ ചെയ്തിടണം. അപ്പോൾ 1/1/2021 അല്ലേ, ടു ബാലൻസ് ബ്രോ ഡൗൺ, അതായത് ഈ ക്യാരി ഡൗണിനാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ 45,000. അതിനുശേഷം നമ്മൾ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കാണണം. അത് ക്ലോസിംഗ് ഡേറ്റിലാണ് കാണേണ്ടത്. 2021 ഡിസംബർ 31 ബൈ ഡിപ്രീസിയേഷൻ എത്രയാണ് വരുന്നത്? ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിത് ചെയ്യുന്നത് ഏത് മെത്തേഡ് പ്രകാരമാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരമാണ്. അപ്പോൾ നമ്മൾ ഈ ബാലൻസ് ബ്രോ ഡൗൺ വരുന്നില്ലേ, അതിന്മേയാണ് നമ്മൾ 10% 10% കാണേണ്ടത്. അതേസമയം നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയിരുന്നെങ്കിൽ ഈ 5,000 എടുത്ത് ഇവിടെ എഴുതിയാൽ മതി, അത് ഫിക്സഡ് ആണ് ഡിപ്രീസിയേഷൻ. പക്ഷേ ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആയതുകൊണ്ട് നിങ്ങൾ ഈ ബാലൻസ് ബ്രോ ഡൗൺ ഇല്ലേ, അത് എത്രയാണ്? 45,000 ഇൻറ്റു 10/100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,500 കിട്ടും. അതിനുശേഷം നമുക്ക് ഈ വർഷവും അഡീഷണൽ പർച്ചേസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു. എത്ര രൂപ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത്? 40,500. രണ്ട് സൈഡ് ടോട്ടൽ 45,000. നമ്മൾ ഈ ക്യാരി ഡൗണിനെ തൊട്ടടുത്ത ഡേറ്റിലേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. അത് ഏതാ ഡേറ്റ് വരുന്നത്? 1/1/2022 ടു ബാലൻസ് ബ്രോ ഡൗൺ. ഈ ക്യാരി ഡൗൺ എത്രയാണ്? 40,500. അതിനുശേഷം ഡിപ്രീസിയേഷൻ നൽകണം ബൈ ഡിപ്രീസിയേഷൻ. ഈ 2022 നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് ആദ്യം തന്നേക്കുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ 40,500 ഇൻറ്റു 10/100 കാണണം. അത് നമ്മുടെ സാധാ ഡിപ്രീസിയേഷൻ. പിന്നെ നമ്മൾ ആ 2022 ഒരു അഡീഷണൽ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. എത്ര രൂപ? 30,000 ഒരു മെഷീൻ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജേണൽ എൻട്രി, മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ എഴുതാറ്? ടു ക്യാഷ് എന്നല്ല എഴുതാറ്. അത് ഇവിടെ എഴുതി കൊടുക്കണം. മാർച്ച് 31 2022 നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ പർച്ചേസ് എത്ര രൂപ വന്നേക്കുന്നത്? 30,000 ഒരു അഡീഷണൽ പർച്ചേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി ഡിപ്രീസിയേഷൻ കാണണം. ആദ്യം നമ്മൾ ഈ ബാലൻസ് ബ്രോ ഡൗണിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടു. രണ്ടാമത് നമ്മൾ ഈ 30,000 ഡിപ്രീസിയേഷൻ കൂടി കാണണം. അപ്പോൾ 30,000 ഇൻറ്റു 10/100. ഇവിടെ നമ്മൾ നോക്കി, ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് ജനുവരി മുതൽ ഡിസംബർ വരെ, അത് കറക്റ്റ്. അപ്പോൾ ഒരു മാസവും നമുക്ക് അതിൽ മൾട്ടിപ്ലൈ ചെയ്യാനില്ല. പക്ഷേ ഇവിടെ നോക്കി, മാർച്ച് മുതൽ ഡിസംബർ വരെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മാർച്ച് മുതൽ ഡിസംബർ വരെ എന്ന് പറയുമ്പോൾ മാർച്ച് കൂട്ടേണ്ട, കാരണം ഇത് 31 മാർച്ച് അല്ല വരുന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അവിടെ 9 months ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊന്നുകൂടി പറയാം. നമ്മൾ ഒരു അഡീഷണൽ പർച്ചേസ് ഇവിടെ നടത്തിയിട്ടുണ്ട് 30,000. അതിൻ്റെ 10% ഇൻറ്റു, അത് മാർച്ച് മുതൽ ഡിസംബർ വരെയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 9/12 വരുന്നത്. അപ്പോൾ നമുക്ക് എമൗണ്ട് 2,250 കിട്ടും. ഈ രണ്ട് എമൗണ്ട് ആഡ് ചെയ്തതാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? 6,300. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ഓരോ ഇയർ എടുക്കുമ്പോഴും അഡീഷണൽ പർച്ചേസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ആൻസറിലേക്ക് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യണം? ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യണം. ബാലൻസ് ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ചെയ്യാം. ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് 64,200 കിട്ടും. ഇവിടെ 70,500, ഇവിടെയും 70,500. ഇപ്പോൾ നമ്മൾ എത്ര വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടേക്കണം? 1, 2, 3 വർഷത്തെ. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എത്ര വർഷമാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? 4 വർഷത്തെ മെഷീനറി അക്കൗണ്ട് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 3 വർഷത്തിലായിട്ട്. അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടേക്ക് എഴുതിയാണ്. നിങ്ങളിത് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ക്യാരി ഡൗൺ ഇവിടെ തന്നിട്ടുണ്ട്. ഡേറ്റ് ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മളെടുത്ത് ബ്രോ ഡൗൺ ചെയ്യണം. അപ്പോൾ ഡേറ്റ് എത്രയാണ് വരുന്നത്? 1 ജനുവരി 2023 അല്ലേ? നമ്മൾ ടു ബാലൻസ് ബ്രോ ഡൗൺ എത്ര രൂപയാണ് വരുന്നത്? 64,200. അതിനുശേഷം നമ്മൾ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. അപ്പോൾ ഡിസംബർ 31 ബൈ ഡിപ്രീസിയേഷൻ. ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഏതുമേ ചെയ്യേണ്ടത്? നമുക്ക് വന്നിരിക്കുന്ന ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണോ അതുമേ ചെയ്താൽ മതി. 64,200 ഇൻറ്റു 10/100. അപ്പോൾ നമുക്ക് 6420 ഇത്രയും കിട്ടും. അതായത് നമ്മൾ നേരത്തെ ചെയ്തത് ഇവിടെ അഡീഷണൽ പർച്ചേസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വന്നത്. ഈ ഇയറിൽ വേറെ അഡീഷണൽ പർച്ചേസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ബ്രോ ഡൗണിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. ഇനി നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാം. ബാലൻസ് ക്യാരി ഡൗൺ 57,780 കിട്ടുന്നത്. ടോട്ടൽ 64,200. ഇവിടെയും 64,200. ഇതിന് ശേഷം നമുക്ക് ഈ ക്യാരി ഡൗൺ എടുത്തിട്ട് തൊട്ടടുത്ത ഡേറ്റിലേക്ക് ബ്രോ ഡൗൺ ചെയ്തിട്ടാ. 24 ടു ബാലൻസ് ബ്രോ ഡൗൺ 57,780. ഇത്രയും ആകുമ്പോഴാണ് നമ്മുടെ എന്ത് കംപ്ലീറ്റ് ആവുള്ളൂ? മെഷീനറി അക്കൗണ്ട് 4 വർഷത്തെ കംപ്ലീറ്റ് ആവുള്ളൂ.
ലാസ്റ്റ് 10ാമത്തെ പ്രോബ്ലം ആയിട്ട് പഠിക്കേണ്ടത് പെറ്റി ക്യാഷ് ബുക്കും സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്കാണ് പഠിക്കേണ്ടത്. പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നൽകിയിരിക്കുന്നത്. മുൻ വർഷത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എങ്ങനെയാണ് ഈ ഹെഡിങ്ങുകൾ എടുക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് വരച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഹെഡിങ്സ് കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അപ്പോൾ അതിന് ഞാനൊരു കാര്യം പറയാം. നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഹെഡിങ്സ് നോക്കാം. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്, പ്രിൻറ്റിങ് വന്നിട്ടുണ്ട്, പോസ്റ്റേജ് വന്നിട്ടുണ്ട്, ടെലഗ്രാം വന്നിട്ടുണ്ട്, സ്റ്റേഷനറി വന്നിട്ടുണ്ട്, റെയിൽവേ ഫെയർ വന്നിട്ടുണ്ട്, ട്രാവലിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, റീഫ്രഷ്മെൻറ്റ് വന്നിട്ടുണ്ട്, കാർട്ടേജ് വന്നിട്ടുണ്ട്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഉണ്ട്. അപ്പോൾ ഈ പെറ്റി ക്യാഷ് ബുക്കിൽ ഒരു കോമൺ ആയിട്ട് കുറച്ച് ഹെഡിങ്സുകൾ നമ്മൾ പഠിച്ചു വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമുക്ക് പെറ്റി ക്യാഷ് ബുക്കിലേക്ക് എഴുതാവുന്നതാണ്. കാരണം ഇതൊക്കെ എപ്പോഴും ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്നതാണ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പിന്നെ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, ഇതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. പിന്നെ വരുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ്. പിന്നെ ക്വസ്റ്റ്യനിൽ റീഫ്രഷ്മെൻറ്റ് ഉണ്ടെങ്കിൽ റീഫ്രഷ്മെൻറ്റിന് ഒരു കോളം കൊടുക്കുക. പിന്നെ കാർട്ടേജ് ഉണ്ടെങ്കിൽ കാർട്ടേജിന് ഒരു കോളം കൊടുക്കുക. ഇതിലൊന്നും പെടാത്തത് നിങ്ങൾ ലാസ്റ്റ് മിസ്ലേനിയസ് എന്ന് പറഞ്ഞൊരു കോളം കൊടുത്താൽ മതി. ക്ലിയർ ആയി. അപ്പോൾ ആദ്യം ഈ ഒരു ഹെഡിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിലും ഉണ്ടാകുന്നത് തന്നെയാണ്. നിങ്ങൾ ഏതൊരു പെറ്റി ക്യാഷ് ബുക്ക് എടുത്ത് നോക്കിയാലും ഇതിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡിങ്സുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഇത് വായിച്ച് നോക്കിയപ്പോൾ എനിക്കിതിൽ ഇത്രയും ഹെഡിങ്ങുകൾ തന്നെയാണ് വന്നത്. അപ്പോൾ ഞാനതിവിടെ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 1, 2, 3, 4, 5 ഈ 5 കോളം ഫിക്സഡ് ആണ്. അതായത് ഈ 5 കോളം നിങ്ങൾ ഏത് പെറ്റി ക്യാഷ് ബുക്ക് വരച്ചാലും ഇതുപോലെ തന്നെ വരയ്ക്കണം. പിന്നെ വരുന്ന ഹെഡിങ്ങുകളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ അനുസരിച്ച് നോക്കുമ്പോൾ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എനിക്ക് വരുന്നുണ്ട്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം വരുന്നുണ്ട്, ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട്, റീഫ്രഷ്മെൻറ്റ് വരുന്നുണ്ട്, കാർട്ടേജ് വരുന്നുണ്ട്. ഇനി ഇതിലൊന്നും പെടാത്തതുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു കോളം കൂടി കൊടുക്കും, മിസ്ലേനിയസ് എക്സ്പെൻസ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ കോളംസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ആദ്യം തരുന്ന ക്യാഷ്, അത് ആദ്യം എപ്പോഴും തെറ്റിക്കുന്നതാണ്, തെറ്റിക്കാതെ ചെയ്യണം. ഫസ്റ്റ് തന്നിരിക്കുന്നത് ബാലൻസ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഡേറ്റ് കൊടുത്തിട്ട്, നമ്മുടെ ഡേറ്റ് എന്ന് പറയുന്നത് 2022 ജനുവരി 1 ആണ്. ബാലൻസ് ബ്രോ ഡൗൺ എഴുതി എമൗണ്ട് നമ്മൾ എവിടെ കൊടുക്കണം, എമൗണ്ട് റിസീവ്ഡിലാണ് നമ്മൾ അതിൻ്റെ എമൗണ്ട് നൽകേണ്ടത്. അത് ശ്രദ്ധിക്കണം, എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എവിടെ എഴുതേണ്ടത്, എമൗണ്ട് റിസീവ്ഡ് കോളത്തിലേക്കാണ് എഴുതേണ്ടത്. പിന്നെ നമുക്ക് വരുന്നത് പ്രിൻറ്റിംഗ് ചാർജ് ആണ്. ഡേറ്റ് 3-ാം തീയതിയാണ്. നമ്മൾ പ്രിൻറ്റിംഗ് ചാർജ് എന്ന് എഴുതാം. പ്രിൻറ്റിംഗ് ചാർജസിൻ്റെ എമൗണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്, 40 ആണ്. അപ്പോൾ എല്ലാ എമൗണ്ടും ആദ്യത്തെ കോളം എമൗണ്ട് പെയ്ഡിൽ കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇതിൽ ഏതിലാണ് വരുന്നതെന്നുള്ളത് നോക്കാൻ. ഇപ്പോൾ നമ്മൾ പ്രിൻറ്റിംഗ് ചാർജസ് 40 എഴുതി. പ്രിൻറ്റിംഗ് ചാർജസ് അപ്പോൾ ഇതിൽ ഏത് ഹെഡിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്, ഈ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ അണ്ടറിലായിരിക്കും ഈ എമൗണ്ട് വരുന്നത്. അപ്പോൾ ആദ്യം എമൗണ്ട് ഈ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ കൊടുക്കുക. അതിനുശേഷം ഇതിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡ് അതിലേക്ക് മാറ്റണം. അങ്ങനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യേണ്ടത്. ഇനി 5-ാം തീയതി നമുക്ക് തന്നിരിക്കുന്നത് പോസ്റ്റേജ് ആണ് തന്നിരിക്കുന്നത്. പോസ്റ്റേജിൻ്റെ എമൗണ്ട് നമുക്ക് 26 രൂപ 26 ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് ഹെഡിലേക്കായിരിക്കും പോകുന്നത്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, ആ ഭാഗത്തേക്കല്ലേ പോകുന്നത്. ഇനി 7-ാം തീയതി നമുക്ക് ടെലഗ്രാം തന്നിട്ടുണ്ട്. ടെലഗ്രാമിൻ്റെ എമൗണ്ട് നമ്മളിവിടെ 30 എഴുതി. ടെലഗ്രാം എവിടേക്കാണ് പോകുന്നത്, ഈ അണ്ടറിലേക്കാണ് ടെലഗ്രാമിൻ്റെ എമൗണ്ട് പോകുന്നത്. 10 സ്റ്റേഷനറിയുടെ എമൗണ്ടും നമ്മൾ നോക്കണം. സ്റ്റേഷനറിയുടെ എമൗണ്ട് ആദ്യം നമ്മൾ 66 എഴുതും. സ്റ്റേഷനറിയുടെ എമൗണ്ട് ആദ്യം എമൗണ്ട് പെയ്ഡിൽ നമ്മൾ ആ എമൗണ്ട് കൊടുക്കും. അതിനുശേഷം ഇതിലേക്ക് ഏത് ഹെഡിലേക്കാണ് പോകുന്നത്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിലേക്കാണ് 66 പോകുന്നത്. പിന്നെ 15-ാം തീയതി റെയിൽവേ ഫെയർ എന്ന് പറയുന്നത് റെയിൽവേ ട്രാവലിങ്ങിന് വന്ന എക്സ്പെൻസ്, അതായത് 40 ആണ് എമൗണ്ട്. അത് എവിടേക്ക് പോകാം, ട്രാവലിംഗ് എക്സ്പെൻസ് 40. പിന്നെ 16-ാം തീയതി ട്രാവലിംഗ് എക്സ്പെൻസ് 35 ആദ്യത്തെ കോളത്തിൽ കൊടുക്കുക. ട്രാവലിംഗ് എക്സ്പെൻസ് ഈ കോളത്തിലേക്ക് കൊടുക്കാം. 18-ാം തീയതി റീഫ്രഷ്മെൻറ്റ് വരുന്നുണ്ട്. റീഫ്രഷ്മെൻറ്റ് നമ്മൾ ആദ്യത്തെ കോളത്തിൽ കൊടുക്കാം. പിന്നെ നമുക്ക് റീഫ്രഷ്മെൻറ്റിൻ്റെ കോളത്തിലേക്ക് മാറ്റാം. 19-ാം തീയതി കാർട്ടേജ് നമ്മൾ ആദ്യത്തെ കോളത്തിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് കോളമാണ് നമ്മുടെ കാർട്ടേജിൻ്റെ കോളം വരുന്നത്. നെക്സ്റ്റ് 30-ാം തീയതി പോസ്റ്റേജ് ഏത് കോളത്തിലേക്കാണ് വരുന്നത്, ആദ്യത്തെ കോളത്തിലേക്ക് കൊടുക്കുക. പിന്നെ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഈ കോളത്തിലേക്കാണ് നൽകേണ്ടത്. അതിനുശേഷം നമ്മൾ എല്ലാ കോളത്തിലെയും എമൗണ്ട് ടോട്ടൽ ചെയ്തിടുക. അപ്പോൾ ആദ്യത്തെ കോളത്തിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 40 + 26 + 30 + 66 + 40 + 35 + 33 + 20 + 42, അപ്പോൾ നമുക്ക് 332 കിട്ടി. പിന്നെ ബാക്കി കോളങ്ങൾ എന്ന് പറയുന്നത് 40 + 66 എന്ന് പറയുമ്പോൾ 106. അടുത്തത് 26 + 30 + 42 98, 75, 33, 20. അപ്പോൾ എല്ലാ കോളം നമ്മൾ ടോട്ടൽ ചെയ്തിട്ടും അതിനുശേഷം നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ആണ് കണ്ടുപിടിക്കേണ്ടത്.
ബാലൻസ് ക്യാരി ഡൗൺ. നമുക്ക് എത്ര രൂപയാണ് ടോട്ടൽ തന്നിരിക്കുന്നത്? 400 റുപ്പീസാണ് നമുക്ക് ടോട്ടൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 400-ൽ നിന്ന് ഈ 332 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ 68 ആണ് നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാരി ഡൗണിനെ നമ്മൾ ബ്രോ ഡൗൺ ചെയ്യണം. ഈ ക്യാരി ഡൗണിന് നമ്മൾ തൊട്ടടുത്ത ഡേറ്റ്, ഇവിടെ 30-ാം തീയതി തന്നെയാണ്, നെക്സ്റ്റ് ഡേറ്റ് വരുന്നത് 1-ാം തീയതി, 1/2/22. ബാലൻസ് ബ്രോ ഡൗൺ ഈ 68-നെ നമ്മൾ ഈ സൈഡിലേക്കാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ചിലവായ എമൗണ്ട് കൊടുത്താൽ മതി, 332. ഇങ്ങനെയാണ് നമ്മൾ ഒരു പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്. ഈ ലാസ്റ്റ് ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്. കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഇനി നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ക്യാഷ് ബുക്ക് ചെയ്യുന്നത് നോക്കാം. ഇതൊരു സിംഗിൾ കോളം അല്ലെങ്കിൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാഷിൻ്റെ ലെഡ്ജർ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഫോർമാറ്റ് വരച്ച് സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് ഹെഡിങ് കൊടുത്ത് ഡേറ്റ്, റെസിപ്റ്റ്, LF എമൗണ്ട്, ഡേറ്റ്, പേയ്മെൻറ്റ്, LF എമൗണ്ട്. ഇനി ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ്റെ തന്നിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഓപ്പണിംഗ് ബാലൻസിനെ ഡെബിറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്യാം. ടു ബാലൻസ് ബ്രോ ഡൗൺ എത്ര രൂപയാണ് നമുക്ക് തന്നേക്കുന്നത്? 20,000. അതിനുശേഷം രണ്ടാമത്തെ ജേണൽ എൻട്രി നോക്കിയേ, ക്യാഷ് റിസീവ്ഡ് ഫ്രം മനു. ജേണൽ എൻട്രി എങ്ങനെ വരുന്നത്? അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മനു എന്നാണ് അവിടെ ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷിനെ പോസ്റ്റ് ചെയ്യില്ല, കൂടെയുള്ളത് ആരാ? മനു അല്ലേ? മനുവിനെയാണ് അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മനു എന്ന് പറയുമ്പോൾ മനു ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ 5/4/2022 ടു മനു. എമൗണ്ട് എത്ര തന്നിരിക്കുന്നത്? 6,000. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കിയാൽ പർച്ചേസ് ഗുഡ്സ് ഫ്രം മുരളി ഫോർ ക്യാഷ്. ക്യാഷിനാണ് മുരളിയിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷിൻ്റെ ലെഡ്ജർ ആയതുകൊണ്ട് ക്യാഷ് എഴുതാൻ പാടില്ല, പർച്ചേസസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പർച്ചേസസ് ക്രെഡിറ്റ് സൈഡാണ് എഴുതേണ്ടത്. ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ആയതുകൊണ്ട് നമ്മൾ ലെഡ്ജറിലേക്ക് എഴുതുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കണം ബൈ പർച്ചേസസ്. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 24,000. ക്യാഷിന് വിറ്റു എന്നാണ് പറയുന്നത് 24,000 രൂപയ്ക്ക്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താ വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്നാണ്. അപ്പോൾ ക്യാഷ് എഴുതാൻ പാടില്ല, അപ്പോൾ നമ്മൾ ഏത് എഴുതേണ്ടത്? സെയിൽസ് ആണ് അവിടെ എഴുതേണ്ടത്. ടു സെയിൽസ്. എമൗണ്ട് എത്രയാണ് വരുന്നത്? 24,000. നെക്സ്റ്റ് നോക്കിയാൽ പെയ്ഡ് റെൻറ്റ്. അതിൻ്റെ ജേണൽ എൻട്രി എന്താ വരുന്നത്? റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ബൈ റെൻറ്റ്. എമൗണ്ട് ഏതാ കൊടുക്കുക? 3,000. ലാസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കിയാൽ സോൾഡ് ഗുഡ്സ് ടു രോഹൻ ഓൺ ക്രെഡിറ്റ്. ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നമ്മൾ ഇതിലേക്ക് എഴുതണ്ട, നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യുള്ളൂ. നമ്മൾ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യാം, മൈനസ് ചെയ്യാം, എന്നിട്ട് കുറവുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് മൈനസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ 10,000 രൂപയല്ലേ ഉള്ളൂ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് വരുന്നത്. 20,000 പ്ലസ് 6,000 പ്ലസ് 24,000. അപ്പോൾ എത്രയാണ് വരുന്നത്? 50,000. ഇവിടെയും 50,000. അതിനുശേഷം നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ നൽകണം. ഇവിടെ അല്ലേ എമൗണ്ട് കുറവ് വരുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ 10,000 രൂപയിൽ നിന്ന് പോകുമ്പോൾ 40,000 രൂപ, 40,000 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യനാണ്, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യേണ്ട. ജേണൽ എൻട്രി നോക്കുക, ജേണൽ എൻട്രിയുടെ ക്യാഷ് മാറ്റിയിട്ടുള്ളതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യാം.